നവരാത്രി ഉത്സവം അഥവാ ദേവിയുടെ 9 അവതാരങ്ങളുടെ ഉത്സവമായാണ് കണക്കാക്കപ്പെടുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കാൻ ദുർഗയും അസുരനായ മഹിഷാസുരനും തമ്മിൽ നടന്ന പ്രധാന യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഉത്സവം. ഇത് കേവലം നന്മയും തിന്മയും തമ്മിലുള്ള ഒരു ലളിതമായ കഥയല്ല, മറിച്ച് പ്രതീകാത്മകതയുടെയും ധാർമ്മിക പാഠങ്ങളുടെയും പാളികൾ നിറഞ്ഞതാണ്. ഈ 9 ദിവസങ്ങൾ ദുർഗയ്ക്കും അവളുടെ 9 അവതാരങ്ങളായ നവദുർഗയ്ക്കും വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടതാണ്. നവരാത്രി ആഘോഷത്തിൻ്റെ ആദ്യ ദിവസം ശൈലപുത്രി എന്ന ദേവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പാർവതിയുടെ അവതാരമായ ശൈലപുത്രി അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മകൾ രൂപവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ ദിവസം എന്നും അറിയപ്പെടുന്നു. ഈ രൂപത്തിലാണ് ദുർഗാദേവിയെ ഹിമവാന്റെ മകളായി ആരാധിക്കുന്നത്. വലതുകൈയിൽ ത്രിശൂലവും ഇടതുകൈയിൽ താമരപ്പൂവുമായി അവൾ നന്ദി എന്ന കാളയെ ഓടിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. മഹാകാളിയുടെ നേരിട്ടുള്ള അവതാരമായാണ് ശൈലപുത്രി കണക്കാക്കപ്പെടുന്നത്. ദിവസത്തിൻ്റെ നിറം മഞ്ഞയാണ്. അത് പ്രവർത്തനത്തെയും വീര്യത്തെയും ചിത്രീകരിക്കുന്നു. അവൾ സതിയുടെ പുനർജന്മമായി കണക്കാക്കപ്പെടുന്നു, കൂടാതെ ഹേമാവതി എന്നും അറിയപ്പെടുന്നു. നവരാത്രി ദിവസത്തിലെ ആദ്യ ദിവസം വളരെ പ്രാധാന്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭക്തിപൂർവ്വം ആചരിക്കേണ്ടതുമാണ്.